ഒരു 3-4 തവണ മന്ത്രിയായിട്ടില്ലേ? 91-ലാണ് ആദ്യം മന്ത്രിയായത്. ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ്. മറ്റേ നായനാർ, കെ ആന്റണി, ഉമ്മൻചാണ്ടി, ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കരുണാകരൻ മന്ത്രിസഭ ആദ്യത്തെ ഈ 4 മുഖ്യമന്ത്രിമാരെ കീഴിൽ മന്ത്രിയായില്ലേ? അതായത് കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി. നാനാരില്ല, ഇടതുമുന്നണിയില്ലല്ലോ. ഇടതുമുന്നണി മന്ത്രിയായില്ല. ഇല്ല. ശരി. MLA. ഇടതുമുന്നണി നാനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ ഞാൻ MLA ആണ്. ഈ 3 മുഖ്യമന്ത്രിമാരെ കൂടെ മന്ത്രിയായിട്ട് എടുക്കുമ്പോഴുള്ള അവരോടുള്ള അനുഭവം, അവരായിട്ടുള്ള അടുപ്പും സഹവാസവും ഒക്കെ നല്ലൊരു അനുഭവമല്ലേ? അയ്യോ, ഭയങ്കരല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 91-ൽ ഞാൻ ആദ്യമായിട്ട് വരുന്ന കരുണാകരൻ മിനിസ്ട്രിയിലാണ്. കരുണാകരൻ ഒരു ഭരണാധികാരി, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കരുത്ത്, ഗഡ്സുള്ള ഒരിതാണ്, അഡ്മിനിസ്ട്രേറ്ററാണ്. കാര്യങ്ങൾ നടക്കണം, എപ്പോഴും ചോദ്യം അതാണ്. ഒരു കാര്യം വന്ന് പറഞ്ഞാൽ പകുതിയിൽ ഇടപെടും മൂപ്പര്. പറഞ്ഞിങ്ങനെ പരത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നിർത്ത് അതൊന്നും കേൾക്കണ്ട, കാര്യം എങ്ങനെ നടക്കും അത് പറ, ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംഗതി എങ്ങനെ നടക്കും അത് പറ, വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മറ്റേ ആളെ അരുമൂല്യമൊക്കെ അടുപ്പിച്ച് പറച്ചിൽ അവിടെ നിർത്തിയിട്ട് നടക്കാനുള്ള വഴി പറയാൻ നിർബന്ധിതനാവും. അങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. ഒരു മിനിറ്റ് വേസ്റ്റാക്കാൻ ഒരാളുകൾ വന്നിരുന്ന് ലാത്തിയടിക്കണേ അതിനൊന്നും സമ്മതിക്കൂല. കുറേ നേരമൊക്കെ മൊത്തം നോക്കിയിരിക്കും. പിന്നെ ടൈം വളരെ പ്രിഷ്യസ് അല്ലേ, പിന്നെ തീരുമാനം പറയും. അങ്ങനെയായിരുന്നു. ആന്റണി വന്നപ്പോൾ ആന്റണി ശാന്തനാണ്. ഒരു കൺസെൻസസോടുകൂടി കാര്യങ്ങളൊക്കെ കണ്ടുപോകുന്നത് അതൊരു ശക്തിയാണ്. ആന്റണിയുടെ പുറകിലുണ്ടായാൽ മതി എന്നുള്ള നിലയിൽ ബാക്കിയുള്ളവർ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത്. ആന്റണി വേറെ സ്റ്റൈൽ. ഉമ്മൻചാണ്ടി പിന്നെ ഒക്കെ ഏറ്റെടുത്ത് നടന്ന ആളാണ്. ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് അങ്ങ് ആവാഹിച്ച് അദ്ദേഹം തന്നെ എഴുതും. അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം ജോലി ചെയ്യുന്നുള്ളത് അറിഞ്ഞൂടാ. ജോലി അതാണ് നമ്മൾ ഘടകകക്ഷി എന്നുള്ളവർക്ക് അവരിൽ നിന്നൊക്കെ നല്ല അടുപ്പം സഹവാസവും നല്ലൊരു കൂട്ടായ്മ അല്ലേ? വളരെ ഇണങ്ങിയ സമയമുണ്ട്, കുറച്ച് പിണങ്ങിയ സമയമുണ്ട്. രാഷ്ട്രീയമാണല്ലോ. പക്ഷെ എപ്പോഴും അവരെ ഡിസിഷൻ മേക്കിങ്ങിലും ബാക്കിയുള്ളതിലും ഒക്കെ ഞാൻ വളരെയധികം ഒട്ടിപ്പിടിച്ച് നിന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതുപോലെ രാഷ്ട്രീയത്തിൽ നമ്മളെ പ്രതിപക്ഷ പാർട്ടികളിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളോട് താല്പര്യമുള്ള ഒരു നേതാക്കളുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണുക? എനിക്കൊരു വലിയ സുഹൃത്ത് വലയം തന്നെ ഉണ്ട്. പ്രധാനമായിട്ട് ഇപ്പം നാനാർ വലിയ ബഹുമാനമായിരുന്നു. അതെ, നാനാർക്ക് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടപ്പെടുന്ന വലിയൊരു വ്യക്തിയായിരുന്നു. അതെ. നാനാർ ഒരു വ്യത്യസ്ത വ്യക്തി തന്നെയായിരുന്നു. കാരണം വെച്ചാൽ നാനാരിപ്പോൾ രാഷ്ട്രീയത്തിൽ ശത്രുക്കളാണെങ്കിലും ശരി, അവർക്ക് പേഴ്സണലായിട്ട് വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതി നാനാർ ഉണ്ടാവില്ല. അതാണ് നാനാരെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്കെതിരായി തന്നെ ആരോപണവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ വേറെ വല്ല ആളുകളാണെങ്കിൽ അധികാരത്തിലിരിക്കുകയല്ലേ, കിട്ടിയ അവസരം ഉപയോഗിച്ച് പിന്നെ വിഷമിപ്പിച്ചു കളയും. നാനാർ അങ്ങനെ നോക്കൂല. നാനാർ നിർവാഹമില്ലെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഏത് രാഷ്ട്രീയ നേതാവായാലും നടപടിയിലൊക്കെ പോവുള്ളൂ. അല്ലെങ്കിൽ നാനാർ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നാനാരത് ശരിയല്ല, സത്യമുണ്ടോ, അങ്ങനെ വളരെ ഒരു മാനുഷിക വശം ഉള്ള ആളാണ് നാനാർ. അധിക നേതാക്കന്മാർക്കും അങ്ങനൊന്നുമില്ല, ഇല്ലാത്തൊരു ഗുണം ഉള്ള ആളായിരുന്നു. പലർക്കും ഇല്ലാത്തൊരു ഗുണം ഉണ്ട് നാനാർക്ക്. വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. അതുപോലെ ഓരോ പല അനുഭവങ്ങളാണ്. ബാക്കി തന്നെ ഒക്കെയുള്ള കുറേ ആളുകളുണ്ടല്ലോ. പിന്നെ വലിയ വലയം തന്നെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശിക്കുമ്പോഴും ഉണ്ടല്ലോ മൂർച്ച കുറയും. അങ്ങനെയുള്ള ഈ ബന്ധം ഉണ്ടെങ്കിൽ കാര്യം പറയുന്നേ ഉള്ളൂ. അല്ലാത്ത ചില നേതാക്കന്മാരുണ്ട് വിമർശിക്കുമ്പോൾ യാതൊരു മയവും ഇല്ല. അത് രാഷ്ട്രീയത്തിന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരാളെ പറ്റി വിമർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഈ മുന്നണി മാറുന്ന ഘട്ടങ്ങളാണ്. ഞാൻ ഇന്ന് നിങ്ങളെ പറ്റിയിട്ട് അധിക്ഷേപിച്ചാൽ നാളെ നമ്മൾ ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ വരും, ഒരു മുന്നണിയിൽ വരുമ്പോൾ മുഖത്ത് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തിരുത്തി പറയേണ്ടി വരും. തിരുത്താണെങ്കിലും വലിയ തിരുത്തലില്ലാത്ത രീതിയിലായിരിക്കണം ഞാൻ പ്രസംഗിക്കേണ്ടത്. ആ വക ചിന്ത ഒന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. എന്നുവെച്ചാൽ കഴുത്തിന് പിടിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഭൂരിപക്ഷം അങ്ങനെയല്ല. അതെല്ലാം കുറെ ആളുകൾ മനുഷ്യന്റെ പ്രകൃതല്ലേ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ തലത്തിലും ഉണ്ടല്ലോ. ശരിയാണത്. എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. ഇങ്ങനത്തെ ഒരു മയല്ലാത്ത സിനിമയിലുണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. സിനിമയിലും രാഷ്ട്രീയത്തിലും അതൊക്കെ മനുഷ്യപ്രകൃത. ഇന്നത്തെ ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് സമയം അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയാണ് എല്ലാ തലങ്ങളിലും. ഇപ്പൊ നമ്മൾ മാത്രമല്ല, എല്ലാ ഈ മാധ്യമങ്ങളും ഈ ചാനലുകളും പത്രങ്ങളും ഒക്കെ
നല്ല കാര്യങ്ങൾക്കല്ല സമയം ചെലവഴിക്കുന്നത്. ഒട്ടുമല്ലല്ലോ. ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് സമയം, ദിവസങ്ങൾ, മാസങ്ങൾ ഇങ്ങനെ വെറുതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ മനുഷ്യൻ്റെ ഓരോരോ പിന്നെ നന്നാക്കാൻ ആളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ പറയില്ല, ചൂതാട്ടം പാടില്ല, അതുപോലെ തന്നെ അതുപോലുള്ള കാര്യങ്ങൾ പാടില്ല. ഇപ്പോൾ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ച വളരെ അപ്രസക്തമായ സബ്ജക്റ്റുകൾ വെച്ചിട്ടാണ്. അതെ, അപ്രസക്തമായ അതിൽ മനുഷ്യനെ പിടിച്ച് കെട്ടിടുക, അതിൽ പിന്നെ ഒരു ഇതുണ്ടാക്കുക, ആൻസൈറ്റി ഉണ്ടാക്കുക, ആ ആൻസൈറ്റിയിൽ പിടിച്ച് ഐമൽ സെൻസേഷൻ ഉണ്ടാക്കുക. ഇതാ ചെയ്യുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ. പക്ഷെ ജനങ്ങൾക്കും ഏറെക്കുറെ ഇതൊക്കെ കാണാനാണ് താല്പര്യം. നല്ല കാര്യം കാണാനും കേൾക്കാനും താല്പര്യമില്ല. അതാണ് അത് മുതലെടുക്കും. മൃദുല വികാരങ്ങളും മുതലെടുക്കുക. അത് ജനങ്ങൾക്കും ഒരാളെ പറ്റി ഒരു വിമർശനമോ എന്തെങ്കിലും ഒരു അപവാദം വന്നു കഴിഞ്ഞാൽ അതെന്തായി എന്ന് കേൾക്കാനാണ് പിന്നെ രാവിലെ തന്നെ പത്രം എടുക്കുന്നതും ഈ ടി വിയിൽ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവം നമ്മളെ കാര്യത്തിലല്ല താല്പര്യം. ജനങ്ങളും എല്ലാം മാറണം. കാരണം ഇതൊക്കെ എല്ലാം ബിസിനസ്സാണ്. അപ്പൊ ബിസിനസിന്റെ ഒരു ലൈഫാണ് ലോകം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അത് വലിയ തെറ്റല്ലേ? ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു മേഖലയല്ലേ? ആ ജീവിതവും സംസ്കാരവും ഒക്കെ ബിസിനസ്സിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റാനും പറ്റൂല. ഇനി വരുന്ന തലമുറകൾക്ക് അതിലേറെ ബിസിനസ്സിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ 24 മണിക്കൂറും എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ പൊളിറ്റിക്സിൽ നമ്മൾ പറഞ്ഞു വരുമായിരുന്നു. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു വലിയ നെറ്റ് റിസൾട്ട് ഒരുപാട് നഷ്ടങ്ങൾ. പൊളിറ്റിക്സും ഒക്കെ ആ ഒരു വഴിക്കാണ് പോകുന്നത്. ഇതിന്റെ എല്ലാം ഒരു റൂട്ട്, ക്ലിയർ റൂട്ട്, നേർവഴിയുണ്ട്. അതിലേക്ക് ആരും ഒന്നും എത്തുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, അവർ ഈ നിലവാര തകർച്ചയിൽ അവർക്ക് പങ്കില്ല. അവർ വേറെ തന്നെ അവർ ഇതിനോടൊന്നും അവർക്ക് പങ്കുമില്ല. ഇതിനൊന്നും അവരെ സംസ്കാരത്തിലേക്ക് ഇതൊന്നും പങ്ക് ചേർക്കൂല. ഇല്ല. ഈ മുതിർന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തല്ലുംപിടി ഒന്നും അവർക്ക് മനസ്സിലാവില്ല. ലോകം തന്നെ വേറെ ശ്രദ്ധിക്കുന്നില്ല. അവരിത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പൊ അടുത്ത ജനറേഷൻ വരുമ്പോ ഈ നേതാക്കന്മാർക്കൊക്കെ വഴിമാറി കൊടുക്കേണ്ടി വരും. ഇതായിരിക്കില്ല പൊളിറ്റിക്സ്. ഇതല്ല. അവിടെ എല്ലാ രംഗവും മാറും. അവർ മാറ്റിയെടുക്കും. അവരുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പത്തെ രാഷ്ട്രീയവും ഇപ്പത്തെ നേതാക്കന്മാരും കാലാരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നേതാക്കന്മാരെ സ്റ്റൈലും അവരും പോയി. ജനങ്ങൾ ബഹുമാനിക്കുന്ന ആദരവുള്ള നേതാക്കൾ ഇല്ലല്ലോ ഇപ്പോൾ. അതെ. അതാണ്. അത് അന്നത്തെ കാലത്ത് വേറെ രീതിയായിരുന്നു. ഇപ്പോഴത്തെ ഒരുമാതിരി കഴുത്തിന് പിടിക്കുന്ന രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞു. ഈ കുടുംബത്തിൽ നിങ്ങളല്ലാതെ മക്കളിൽ ആർക്കെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകളില്ല? കുടുംബത്തിലുണ്ട്. കുടുംബത്തിലിപ്പോ അഞ്ചന്മാരൊക്കെ അതൊക്കെ ഉണ്ട്. എൻ്റെ മക്കളില്ല, 2 പേരേ ഉള്ളൂ. 2 പേരും സ്ഥിരമായി പുറത്താണ്. അവര് പഠിക്കാനോ? ഒരാള് അല്ല, 2 പിന്നെ പേരും ബിസിനസ്. ഒന്ന് മകനാണ്. മകൻ ദോഹയിലാണ്. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. മകള് ദുബായിലാണ്. അപ്പോൾ മകളുടെ അതെ മകളുടെ ഭർത്താവിനും ബിസിനസ്സാണ്, മകനും ബിസിനസ്സാണ്. 2 മക്കളെ ഉള്ളൂ. പക്ഷെ എൻ്റെ കുടുംബം പൊതുവെ എല്ലാവർക്കും പൊളിറ്റിക്സ് ഉള്ളതാണ്. അങ്ങനെ ഉണ്ട്. അതെല്ലാവരും സമയം വന്നാൽ ഇറങ്ങും. അതിങ്ങനെ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. പാണക്കാട് കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം. അപ്പോൾ എല്ലാവരും ലീഗരാണ്.